നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയം ദിശമാറിയൊഴുകുകയാണ്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് നരേന്ദ്രമോദി നയിക്കുന്ന NDA സർക്കാർ നാളെ വരുമെന്ന് ഉറപ്പാണ്. എന്നാൽ തന്റെ നടപ്പ് സർക്കാരിന്റെ പ്രകടനത്തെക്കുറിച്ച് മോദി സൂചിപ്പിച്ചത് കഴിഞ്ഞ 10 വർഷം നടന്നത് ഒരു ട്രെയിലർ മാത്രമായിരുന്നു എന്നാണ്. വരാൻ പോകുന്നതാണ് മുഴുനീള കഥ. ഭാരതത്തിൽ 2014 വരെ തകർന്നു കിടന്നിരുന്ന ഓരോ സംവിധാനങ്ങളും ശരിയാക്കുന്ന തിരക്കിലായിരുന്നു മോദി സർക്കാർ. റെയിൽ ഗതാഗതവും ആധുനികവൽക്കരിക്കലും ദേശീയ പാതാ വികസനവും ആരോഗ്യ പരിപാലനം വിമാനയാത്രാ സൗകര്യ വിപുലീകരണം തുടങ്ങി അടിസ്ഥാന ആവശ്യങ്ങളിൽ വ്യക്തമായ പുരോഗതി കൈവരിച്ചത് രാജ്യത്തിന്റെ വികസനവും സാമ്പത്തിക വളർച്ചയും കൂട്ടുമെന്ന് സർക്കാർ കരുതുന്നു. നിർലോഭമായ പിന്തുണയാണ് ആ മേഖലകളിലേക്ക് സർക്കാർ നൽകിയത്. ഭാരതത്തിലേക്ക് ഒഴുകുന്ന വൻ വിദേശ നിക്ഷേപം, ചൈനയിൽ നിന്നും ഭാരതത്തിലേക്ക് വരുന്ന വൻകിട കമ്പനികളുടെ നിർമ്മാണ യൂണിറ്റുകൾ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ പ്രധാന ഘടകങ്ങളാണ്. വികസ്വര രാജ്യം എന്ന ലേബലിൽ നിന്നും വികസിക്കുന്ന രാജ്യം എന്ന പാതയിലേക്ക് നമ്മൾ കാൽവച്ചിരിക്കുന്നു. ഇക്കാലയളവിൽ 20 കോടി ജനങ്ങളെ ദാരിദ്ര്യ വിമുക്തമാക്കി എന്ന് UN തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നേട്ടങ്ങൾക്കുള്ള മാറ്റു കൂട്ടുകയാണ്. അടുത്ത ഭരണ കാലയളവിലേക്ക് സമഗ്രമായ കുതിപ്പിലാക്കി ഒരുക്കി വെച്ച ഓരോന്നും ഇനി സർക്കാർ നടപ്പിലാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഭാരതത്തിനെ വികസിത രാജ്യമാക്കുക എന്നതാണ്. 1.75 ലക്ഷം കോടി കഴിഞ്ഞ ഈ മാസത്തെ GST വരുമാനവും സ്വാഭാവിക വളർച്ചാ വർധനവിന്റെ ഭാഗമാണ്. ഇനി അദ്ദേഹം ലക്ഷ്യമിടുന്നത് വികസനത്തിനോടൊപ്പം ഇന്ത്യയുടെ ധന്യമായ മൂല്യങ്ങളും പൈതൃകവും ലോകത്തിനു മുമ്പിൽ പുനരാവിഷ്കരിക്കുക എന്നതാവും. വികസനം കൊണ്ടുവരുമ്പോഴും മോഡി പ്രഖ്യാപിക്കുന്നത് ഭാരതം എന്ന രാജ്യത്തിന്റെ അമൂല്യമായ പൈതൃകത്തെയും പാരമ്പര്യത്തെയുമാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളോട് മാത്രമല്ല മോദിയും NDAയും ഇന്ന് പൊരുത്തുന്നത്. പാകിസ്ഥാൻ, ചൈന, ജർമ്മനി, US തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യ വിരോധം നെഞ്ചിലേറ്റുന്ന ജോർജ് സോറസുമാരും തെളിഞ്ഞും ഒളിഞ്ഞും തീർക്കുന്ന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢതന്ത്രങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന അതിരുകളില്ലാത്ത വെല്ലുവിളികളുടെ ആഴം എത്രത്തോളമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനെ നേരിട്ട് തോൽപ്പിക്കുവാൻ പ്രാപ്തമായ ഒരു സർക്കാർ ഭാരതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഇത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ആവശ്യം. ഭീകരവാദികൾക്കും കരിഞ്ചന്തക്കാർക്കും അഴിമതി രാജാക്കന്മാർക്കും അഴിഞ്ഞാടുവാനുള്ള അവസരം നൽകുന്ന ദുർബലമായ സർക്കാർ വരണമെന്നാണ് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്. ജൂൺ 4 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന്റെ സുപ്രധാനമായ ദിനമാണ്. ജയ് ഹിന്ദ്.